SIP എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ ബാങ്കിൽ നിന്ന് SIP മറ്റേ പൈസ ഡിഡക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. മാസം നമുക്ക് ഇൻകം കിട്ടുന്നു, 10,000 കിട്ടുന്നു അല്ലെങ്കിൽ 15,000 കിട്ടുന്നു, അതിൽ നിന്ന് 1,000 രൂപ മാറ്റി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ SIP തന്നെ നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ ഇപ്പോൾ 1 ലക്ഷം ഒരുമിച്ച് എനിക്ക് അടുത്ത ഇപ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ 1 ലക്ഷം മതി. അങ്ങനെയാണെങ്കിൽ ലംസമായിട്ട് ഇടുന്നതിന് നല്ലത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എനിക്ക് 1 ലക്ഷം ഉണ്ട്, പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് 50,000 രൂപ എപ്പോഴെങ്കിലും എടുക്കാൻ സ്വാതന്ത്ര്യം വേണം. ബാക്കി 50,000 രൂപ 5 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 50,000 രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അല്ലെങ്കിൽ വേറെ ബാങ്കിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള 50,000 രൂപ ഒരുമിച്ച് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലൊരു കണക്ക് തരുള്ളൂ. 1,000 രൂപ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 10% വെച്ച് കൂടുന്നു. 1 ലക്ഷം രൂപ ഇട്ടാലും 10% വെച്ച് കൂടുന്നു. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ കയ്യിലിട്ട് 1,000 രൂപ മാത്രം ഇട്ട് കഴിഞ്ഞാൽ 1,000 രൂപയുടെ 10% കൊടുത്തുള്ളൂ. പക്ഷേ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ 10% കൂടി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മണി. അപ്പോൾ ഇതെല്ലാനും നമ്മുടെ അടുത്തുള്ള കാശ് അനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.